ആൻഡ്രോ അഗസ്റ്റിൻ, നമുക്ക് ചോദ്യം ഇതാണ്, ലോകപ്രശസ്ത സംഗമമാണോ അല്ലെങ്കിൽ വിജയമാണോ എന്നുള്ളതാണ്. എം വി ഗോവിന്ദ മാഷിൻ്റെ വാക്കാണ് നമ്മുടെ ചോദ്യത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. എയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ഗോവിന്ദ മാഷ് കുടുങ്ങിയിട്ടുണ്ട്. ലോകപ്രശസ്ത വിജയമാണോ? എയുടെ കാര്യം പറഞ്ഞിട്ട് രണ്ടാമത് കുടുങ്ങി. ആദ്യം ഒരു തവണ പ്രത്യയശാസ്ത്രപരമായിട്ടാണ് എയെ കുറിച്ച് പറഞ്ഞു കുടുങ്ങിയത്. രണ്ടാമത് ഇവിടെ ഞാൻ പറയുന്നത് ഇതൊരു പാർട്ടി പരിപാടിയല്ലല്ലോ. ഇത് അയ്യപ്പ സംഗമം ഉദ്ദേശിച്ചത്, ആഗോള അയ്യപ്പ സംഗമം ഉദ്ദേശിച്ചത് എന്താണ്? ഇത് സർക്കാർ ഇത് സത്യസന്ധമായി ഇടപെട്ടു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ടെന്നുള്ളതാണ്. ഇത് സർക്കാർ ഒരു പാർട്ടി പരിപാടിയാക്കി മാറ്റിയില്ല. പാർട്ടി പരിപാടിയാക്കി മാറ്റിയാൽ ഒരു 5000 ആളെ പമ്പയിൽ കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുള്ള പാർട്ടിയല്ല CPM എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവരതിനെ പാർട്ടി പരിപാടിയാക്കിയില്ല. അവരെന്താണ് ചെയ്തത്? അവർ ചെയ്തത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 2285 പേരെ രജിസ്റ്റർ ചെയ്തു. എന്തിനാണ് മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് 2285 പേര് രജിസ്റ്റർ ചെയ്യുന്നത്? കാരണം അവരതിന് പങ്കെടുക്കുമെന്ന് വിശ്വസിച്ചിട്ടാണ്. അല്ലെങ്കിൽ അവർ വരില്ല എന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2285 പേരെ കയറ്റിയാൽ പോരെ? അങ്ങനെയല്ല. കേരളത്തിന് പുറത്താണ്, അവിടെ രാഷ്ട്രീയമില്ലല്ലോ. കേരളത്തിന് പുറത്ത് രാഷ്ട്രീയമുണ്ട്, അവിടെ രാഷ്ട്രീയം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അവിടുന്ന് കോൺഗ്രസ്സുകാരാണോ ഇത് രജിസ്റ്റർ ചെയ്തത് നമുക്കറിയില്ലല്ലോ, അവിടുന്ന് BJPക്കാരാണോ ഇത് രജിസ്റ്റർ ചെയ്തത് നമുക്കറിയില്ലല്ലോ. ഇവരെന്തുകൊണ്ട് അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്നറിയോ? കോൺഗ്രസ് ഇതുവരെ ഇതിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്ന്. BJP ഇതുവരെ തള്ളി പറഞ്ഞില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നെന്താ പറയുന്നറിയോ? എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല എന്നാണ്. അപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതിൻ്റെ ഭാഗമാകുമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് BJPക്കാർ രജിസ്റ്റർ ചെയ്ത് അവർ വരുമോ? അവർ വരില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് അവിടെ ഈ UP മുഖ്യമന്ത്രിയുടെ ഇതവിടെ വായിച്ചത്, അല്ല ലെറ്റർ അവിടെ വായിച്ചത്. എന്തുകൊണ്ടാണ് UP മുഖ്യമന്ത്രി ലെറ്റർ അവിടെ വായിക്കാൻ കാരണം? അയ്യപ്പൻ എന്ന് പറയുന്ന സംവിധാനം രാഷ്ട്രീയത്തിന് അതീതമാണേ. അവിടെ ഒരു CPM വന്നു, അവിടെ കോൺഗ്രസ്, അവിടെ BJP ഒന്നുമില്ല. അയ്യപ്പൻ എന്ത് BJP വന്നിരിക്കുന്നു, അയ്യപ്പൻ എന്ത് കോൺഗ്രസ് വന്നിരിക്കുന്നു, അയ്യപ്പൻ എന്ത് CPM വന്നിരിക്കുന്നു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വലിയ വികസനം ഉണ്ടാകേണ്ട സംവിധാനമായിരുന്നു. അതിനെ വിവാദമാക്കിയത് ആരാ? CPM ആണ് അതിനെ വിവാദമാക്കിയത്. അവിടെ വിവാദമാക്കിയത് കോൺഗ്രസും BJPയാണ്. എന്ത് പറഞ്ഞിട്ട് വിവാദം ഉണ്ടാക്കിയത്? അയ്യപ്പനോട് മാപ്പ് പറയണം, എന്താണ് ശബരിമല പുനഃപ്രവേശനവുമായി ബന്ധപ്പെട്ട്. അതാണോ അവിടെ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്? അവിടെയാണോ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്? അതല്ലല്ലോ. ഉദ്ദേശം എന്താണ്? അവിടെ ശബരിമലയുടെ പൂർണ്ണ വികസനമാണ്. ആ പൂർണ്ണ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച നടന്നില്ലേ? എന്തൊക്കെയാണ് ഈ ശബരിമലയിൽ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, അവിടെ ഉന്നമനം ചെയ്യേണ്ട കാര്യത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തില്ലേ? ആ ചർച്ചയുള്ള ഇനിഷ്യേറ്റീവ് ആരെടുത്തത്? കേരള സർക്കാരല്ലേ. അതിനെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആളുകൾ വന്നോ ഇല്ലയോ എന്നുള്ളതാണ്. ആളുകൾ വരിക എന്ന് പറയുന്നത് അവിടെ 3 വേദിയാണ് ഉണ്ടായിരുന്നത്, പ്രധാനപ്പെട്ട 3 വേദികളാണ് ഉണ്ടായിരുന്നത്. 3 വേദി എന്ന് പറയുന്നത് 3 വേദി രാവിലെ 10 മണി തുടങ്ങിയിട്ട് വൈകുന്നേരം 4 മണി വരെ നടക്കുന്ന 3 വേദികളാണ്. അതിൻ്റെ അകത്ത് ഉദ്ഘാടന സെക്ഷനാണ് എന്ത്, എല്ലാവരും ഒരു വേദിയിൽ ഇരിക്കേണ്ട കാര്യമുള്ളൂ. അവിടെ ഏത് സ്ഥലത്താണ് ആൾ കുറഞ്ഞത്? അവിടെ ആൾ കുറഞ്ഞ ക്യാമറ കാണണ്ടേ? ഞാൻ കണ്ടില്ല. ഞാൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നടക്കുന്ന സമയത്ത് അവിടെ ഒരു സീറ്റ് അവിടെ ഒഴിവാക്കിയുള്ള നമ്മൾ നോണ പറയുന്നതിൻ്റെ അതിര് വേണ്ടേ? ഗോവിന്ദ മാഷ് എന്ന് പറയുന്നത് അതാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്ന ശൈലി എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക് 3 മണിക്കൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ട് അയ്യോ ഇവിടെ ആളില്ല, അയ്യോ അവിടെ ആളില്ല, അയ്യോ ഇത് കണ്ടില്ല, ഇറങ്ങിപ്പോയി. ഞാൻ പറയുന്നത് അറിയോ? 3 സെക്ഷനായി പരിപാടി നടക്കുന്നു. 3 സെക്ഷനായി പരിപാടി നടക്കുന്നത് 25-30 മിനിറ്റ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ അടുത്ത സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ എന്താണ്? അവിടെയാണ് ഈ പറയുന്ന ഡിബേറ്റുകൾ മുഴുവൻ നടക്കുന്നത്. അവിടെയാണ് ഈ സജഷൻസ് മുഴുവൻ വെക്കുന്നത്. അല്ലാതെ ഒരു ഉദ്ഘാടനം നടത്തി ഇപ്പം ഞാൻ പറയാം, അവിടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നു, അത് വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നു, പ്രധാനപ്പെട്ട നേതാക്കന്മാർ സംസാരിക്കുന്നു, ദേവസ്വം മന്ത്രി സംസാരിക്കുന്നു, ദേവസ്വം പ്രസിഡന്റ് സംസാരിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് 12 മണി 1 മണി കഴിഞ്ഞാൽ പിന്നെ ഈ സംഗമത്തിൽ ഇതെന്താ ഉദ്ഘാടനം? അതുകൊണ്ട് ഞാൻ പറയുന്നത് രാഷ്ട്രീയ പരിപാടി അല്ല എന്ന്. ആ അർത്ഥത്തിൽ കോൺഗ്രസിനോ BJPക്കോ അതിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ്? മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് ആൾക്കാർ എണീറ്റ് പോകും. അപ്പോൾ ആ കസേര വേക്കൻ്റ് ആവും. അവിടെ 4162 പേര് പങ്കെടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്താൽ ആ ആൾക്കാരായിട്ട് അവിടെ പങ്കെടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത്? എറണാകുളത്തോ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ പരിപാടിയൊക്കെ നടത്തിയിട്ട് പറഞ്ഞാൽ പോരെ എല്ലാ BJPക്കാരും CPMമാരും കോൺഗ്രസ്സുകാരും വന്നോളൂ, അയ്യപ്പ സംഗമം കൊച്ചി നടത്തിയാൽ പോരായിരുന്നു? എന്തുകൊണ്ടാണ് ശബരിമലയിൽ നടത്തിയത്? ശബരിമലയിൽ നടത്തി കറക്റ്റായിട്ട് നമ്പർ ഇട്ട് ആൾക്കാരെ വിളിച്ചു വരുത്താനും കറക്റ്റ് QR കോഡ് സംവിധാനം വെച്ചിട്ട് പ്രോപ്പറായി നടത്തിയ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ അത് നല്ല വിജയം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ 182 പേര്, അല്ല 182 പേര് വിദേശ രാജ്യങ്ങളിൽ നിന്ന് രജിസ്റ്റർ ചെയ്തു. 182 രാജ്യങ്ങൾ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വരണേ. സർക്കാർ ഇവിടുന്ന് പൈസ എടുത്ത് ടിക്കറ്റ് അങ്ങോട്ട് എടുത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അവിടുന്ന് മലേഷ്യയിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ വരുന്നത് സ്വന്തം പൈസ കയ്യിൽ നിന്ന് മുടക്കി അയ്യപ്പൻ്റെ സംവിധാനം എന്ന് പറയില്ല, അല്ല ശബരിമല വികസിക്കണം എന്ന് വിചാരിച്ച് വരുന്ന ആൾക്കാരാണ്. 182 ചെറിയ നമ്പറായിട്ട് ഞാൻ കാണുന്നില്ല. 182 ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ എത്ര പൈസ വേണം? അത് എടുത്തിട്ട് പുറമേ നിന്ന് ആൾക്കാർ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് വിജയമല്ല എന്നാക്കുക. ഇതുകൊണ്ടെന്തോ സർക്കാർ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എടുക്കാൻ വേണ്ടി വിചാരിക്കുക. ഇതുകൊണ്ട് സർക്കാർ എന്തുകൊണ്ടാവും രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി? അങ്ങനെയല്ല എന്ന്.
അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണെന്നറിയോ? ഇന്ന് കേരളം ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? കർണാടകയിലെ മന്ത്രി കേരളത്തിൽ വന്നിട്ട് പറയാണ്, അയ്യോ കേരളം വികസിച്ചിരിക്കുന്നു, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, എന്താണ് പിന്നെ വികസനത്തിന്റെ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താന്ന് പറയുന്നു. എന്താ അല്ല, എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? 10 കൊല്ലത്തെ മാറ്റാണെന്നേ. 10 കൊല്ലത്തെ മാറ്റം പറഞ്ഞോ? കർണാടകയുടെ മന്ത്രി അങ്ങനെയല്ല, കർണാടകയിലെ പിന്നെ ആ റവന്യൂ മന്ത്രി കേരളത്തിൽ വന്ന് പറയാണ് എന്ത്, ഈ പറയുന്ന വിദ്യാഭ്യാസ കേരളത്തിൽ 1ാം സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് പറയാ. അവിടെ സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം അവർ 2ാമതോ 3ാമതോ 4ാമതോ ആയിരിക്കുമല്ലോ, 1ാം സ്ഥാനത്തല്ലല്ലോ. പിന്നെന്താ ആരോഗ്യ കാര്യത്തിൽ കേരളം ആരോഗ്യ കാര്യത്തിൽ എന്താണ്? കേരളത്തിൽ മരുന്നില്ല എന്ന് പറയുന്ന പാർട്ടിയുടെ പേരെന്താണെന്നറിയോ? കോൺഗ്രസ് എന്നാ. ഇവിടെ ചികിത്സയില്ല എന്ന് പറയുന്ന പാർട്ടിയുടെ പേരെന്താ പറയുക? കോൺഗ്രസ് എന്നാണ്. അപ്പോഴാണ് തൊട്ടടുത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രി വന്നിട്ട് കേരളത്തിൽ പറയുന്നത് അതാ വികസനത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ വികസനത്തിൻ്റെ കാര്യം 1ാം സ്ഥാനത്ത്. കേരളത്തിൽ വികസനത്തിൻ്റെ കാര്യം 1ാം സ്ഥാനത്താന്നേ. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ 2016 തുടങ്ങി 2025 ഈ 9 വർഷം കൊണ്ടുണ്ടാക്കിയ മാറ്റങ്ങൾ നിങ്ങൾ നോക്കിക്കേ. ആ മാറ്റം കാണുന്നില്ല. ആ മാറ്റം കണ്ടാൽ എന്താ പ്രശ്നം എന്നറിയോ? മാറ്റം കണ്ടാൽ 2026 ഒരു അക്ഷരം മിണ്ടാനുണ്ടാവില്ല. അതുകൊണ്ട് ഒന്നും കാണില്ല. എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയെന്നറിയോ? ഇതുപോലെ സംഗമം നടത്തിയിട്ടാണ്, ഇതുപോലെ കോൺക്ലേവ് നടത്തിയിട്ടാണ്, ഇതുപോലെ ആൾക്കാരുടെ അഭിപ്രായം മേടിച്ചിട്ടാണ്, ഇതുപോലെ മന്ത്രിമാരെയും സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരെയും വിളിച്ചു വരുത്തിയിട്ട് എന്താണ് മാറ്റം വരുത്തേണ്ടത് ചോദിച്ചു മനസ്സിലാക്കി സർക്കാരിൻ്റെയും ജനങ്ങളുടെയും കൂടെ അഭിപ്രായം എടുത്തിട്ടാണ് ഈ പറയുന്ന മാറ്റം മുഴുവൻ കേരളത്തിൽ വന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ ഈ വ്യവസായ മേഖലയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. എന്താ ഇതൊന്നും ഇതൊക്കെ ചോദിക്കാൻ എന്താ അറിയോ? ഇതൊക്കെ 9 വർഷം കൊണ്ട് വന്നതാണെന്നേ. 9 വർഷം കൊണ്ട് വന്നതാണ്. കാരണം എന്തുകൊണ്ടാ? 9 വർഷം എന്ന് പറയുന്നത് ചെറിയ കാലാവധിയല്ല. 9 വർഷം എന്ന് പറയുന്നത് ചെറിയ കാലാവധിയില്ല. ഇന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരോട് പവർ കട്ട് എന്താണെന്ന് ചോദിച്ചാൽ ആകാശത്തേക്ക് വെക്കും. എന്താ പവർ കെട്ടെന്ന് അവർക്ക് അറിയില്ല. മനസ്സിലായില്ല? അപ്പോൾ അത്ര വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അപ്പോഴത്തേക്കും പിന്നെന്താ അടുത്ത പ്രശ്നം എന്നറിയോ? വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കൊണ്ടുവന്നില്ലേ എന്നാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട SNDPൻ്റെ നേതാവ് ഒന്നിച്ചിറങ്ങി വരുന്ന സമയത്ത് അങ്ങോട്ടല്ലേ എൻ്റെ വണ്ടി കയറിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുറ്റായിപ്പോയി എന്നറിയോ? ഇത് അയ്യപ്പ സംഗമം രാഷ്ട്രീയ പരിപാടിയാണെന്ന് വിചാരിച്ചിട്ട് വിളിച്ചു പറയാണ്. ഇത് രാഷ്ട്രീയ പരിപാടിയല്ല എന്ന്. മുഖ്യമന്ത്രി അവിടെ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് രാഷ്ട്രീയ പരിപാടിക്കല്ല. അവിടെ അയ്യപ്പ സംഗമം നടത്തിയത് രാഷ്ട്രീയ പരിപാടിയായിട്ടല്ല. അവിടെ അല്ല, ഞാൻ പറയട്ടെ, അതുകൊണ്ടല്ല പ്രശ്നം. ഞാനൊരു കാര്യം പറയാം. അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട ഹിന്ദു സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ആ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഷ്ട്രീയ പരിപാടി അല്ലാത്ത സ്ഥലത്ത് അയ്യപ്പൻ്റെ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചർച്ച ചെയ്ത് 1 മിനിറ്റ് ആ വണ്ടിയിൽ നിന്ന് ചർച്ച ചെയ്ത് ആർക്കാ ബുദ്ധിമുട്ട്? എന്തുകൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്യും? അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് അറിയോ? കേരളത്തിൽ നടക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പരിപാടിയാണെന്ന് പറഞ്ഞു തീർക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അയ്യോ അവിടെ എന്തോ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി CPM ശ്രമിക്കുന്നു എന്ന് വരുത്തണമെങ്കിൽ ആരെ പറയണം? ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ പറയണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു വണ്ടിയിൽ വന്നല്ലോ, എന്തോ വലിയ അപരാധം ചെയ്ത പോലെയാണ്. ഞാനിത് പറയാം. ഈ പിണറായി വിജയൻ ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ CPMൻ്റെ ഒരു പരിപാടിക്ക് കാറിൽ കയറ്റിയിട്ട് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്കിത് പറയാം. ഇവിടെ ഇത് പറയാൻ കഴിയില്ല. ഇവിടെ ഇത് പറയാത്ത കാരണം എന്താ? ഞാൻ വിചാരിക്കുന്നത് അറിയോ? അവിടെ ഇന്ന് NSSൻ്റെ സുകുമാരൻ നായരുണ്ട്, അദ്ദേഹത്തെ ഈ വണ്ടിയിൽ കയറ്റിയനെ, അദ്ദേഹത്തോട് കയറിക്കൊള്ളാൻ പറയും. എന്തുകൊണ്ടാണ്? ഇത് ഒറ്റക്കെട്ടായി ശബരിമലയുടെ വികസനം വേണമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. തൻ്റെ ഇടം ഉണ്ടായിരുന്നു ഈ കോൺഗ്രസ് ഒരു കാര്യം ചെയ്യണമായിരുന്നു, തൻ്റെ ഇടം ഉണ്ട് BJP ഒരു കാര്യം ചെയ്യണമായിരുന്നു, ഈ അയ്യപ്പ സംഗമത്തെ തള്ളി പറയണമായിരുന്നു. പറഞ്ഞോ? ഒരക്ഷരം പോലും വേണ്ടിയില്ലല്ലോ. എന്നിട്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുക എന്നെ വിളിച്ചിട്ടില്ല എന്ന്. എന്നതിനർത്ഥം ഞാൻ എന്നെ വിളിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി. എന്താണ്? ഇതിനെ തള്ളിപ്പറയാൻ കഴിയുന്നില്ല എന്ന്. ഈ അയ്യപ്പ സംഗമത്തെ തള്ളിപ്പറയാൻ കഴിയുന്നില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ AI ആണ്. പിന്നെന്താണ്? പിന്നെ സീറ്റ് AI. ഞാൻ ഈ AI എന്ന് പറഞ്ഞ വാക്കാരെ കൊണ്ടെന്ന് അറിയോ? അടൂർ പ്രകാശാണ്. എന്തിനാ കൊണ്ടുവന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഡിയോ ഓഡിയോ പുറത്തു വന്ന സമയത്ത് രാഹുൽ എന്താണ് ഇത് AI വീഡിയോ ഓഡിയോ ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് അതിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഡിയോ വന്ന സമയത്ത് പറയുകയാണത് അത് AI ഉണ്ടാക്കി. നിങ്ങൾക്ക് തെളിവൊന്നുമില്ലല്ലോ. തെളിവില്ലാന്ന് പറയുന്ന ആൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, പുറത്തിറങ്ങിയിട്ടില്ല അതുവരെ. അപ്പം ഞാൻ പറയുന്നത് എന്താ അറിയോ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം വികസനം രാഷ്ട്രീയ ചർച്ച ചെയ്യാൻ ഒരാൾക്കും താല്പര്യമില്ല എന്നുള്ളതാണ്. ഒരാൾക്കും താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് കർണാടകൻ്റെ മന്ത്രി കേരളത്തിൽ വന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇന്നിത് ചർച്ച ചെയ്യണമല്ലോ. ഇന്ന് ഈ കാര്യം അയ്യപ്പ സംഗമം കേരളത്തിൽ ഇല്ലെങ്കിലുണ്ടല്ലോ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണോ? കേരളത്തിൻ്റെ വികസനമായിരുന്നു. അത് ആരാ പറഞ്ഞത്? കർണാടകേൻ്റെ റവന്യൂ മന്ത്രിയാണ്. അത് ആര് വിളിച്ച യോഗത്തിലാണ്? അത് ആര് വിളിച്ചു കൊണ്ടുവന്നാണ്? ഈ പറഞ്ഞ AICCൻ്റെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിളിച്ചു കൊണ്ടുവന്ന പരിപാടിയിൽ കർണാടകൻ്റെ റവന്യൂ മന്ത്രി പറയുകയാണിത്. അപ്പൊ ഞാൻ കേരളം ഉണ്ട്. അല്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല. സ്മൃതി, എൻ്റെ സംശയമല്ല. 9 വർഷമായി ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. എന്താ അറിയോ? 2017-18 കേരള ഭൂരിപക്ഷ പ്രശ്നങ്ങൾ അറിയോ? കേരളം കണ്ട് ഏറ്റവും വലിയ കോവിഡ് ഉണ്ടായി. ലോകം കണ്ട ഏറ്റവും വലിയ കോവിഡ് ഉണ്ടായി. ഏറ്റവും വലിയ പ്രളയം നമ്മൾ അഭിമുഖീകരിച്ചു. ആ കേരളത്തിന് റീബിൽഡ് കേരള
എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കേരളം ഉണ്ടല്ലോ, ഇന്ന് ഈ പറയുന്ന കേരളം കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിങ്ങൾ ആ കേരളത്തിൽ വെള്ളപ്പൊക്കം കൊണ്ടുണ്ടായി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇന്ന് ഈ കേരളത്തിൽ കാണുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കേരളത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല? കേരളത്തിൽ വെള്ളം കയറാത്ത വീടുകളുണ്ടായിരുന്നോ? കേരളത്തിൽ വെള്ളം കയറാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായിരുന്നോ? കേരളത്തിൽ വെള്ളം കയറാത്ത വ്യവസായ സ്ഥാപനങ്ങളുണ്ടായിരുന്നോ? ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇന്ന് ഈ പറഞ്ഞ കേരളത്തിലുണ്ടോ? നിങ്ങളെ ഈ ഫ്ലഡ് ഉണ്ടായ മറ്റുള്ള സ്റ്റേറ്റുകളിലും മറ്റുള്ള രാജ്യങ്ങളിലും ഒന്ന് പോയി കാണണം കേട്ടോ. ഇന്ന് അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ചക്രശ്വാസം വലിക്കുകയാണ് അവിടെ കിടന്നിട്ട്. കേരളം എന്താണ് അങ്ങനെ ഉള്ളതുപോലെ അറിയുന്നില്ല. നമ്മൾ അറിയുന്നുണ്ടോ 2019-18 കാലത്തിൽ ഇതുപോലൊരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ ഒലിച്ചു പോയി എന്ന് ഓർക്കുന്ന പോലും ഇല്ലല്ലോ. ഓർക്കാത്തതിന് കാരണം എന്താ അറിയോ? കേരളത്തിലൊരു സർക്കാരുണ്ട്, ആ സർക്കാർ ഡെവലപ്പ് ചെയ്താണ്. അതാണ് ഞാൻ പറഞ്ഞത്, റീബിൽഡ് കേരള എന്ന് 5 വർഷം കൊണ്ട് കേരളത്തെ പുനരുദ്ധീകരിച്ചെടുത്തു, അത് റീബിൽഡ് ചെയ്തെടുത്തു. അത് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്. അപ്പോൾ എന്താണ് അയ്യപ്പനെ പറഞ്ഞാൽ ഇപ്പം എന്താ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ? എങ്ങനെയെങ്കിലും ഇതിനെ കൊണ്ടൊന്ന് രാഷ്ട്രീയം വലിച്ചരിച്ച് ഇവിടുത്തെ ജാതി പറഞ്ഞൊരു ബഹളം ഉണ്ടാക്കണം. അതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അതിന് വേണ്ടിയിട്ടാണല്ലോ സംഘപരിവാർ നാളെ പരിപാടി നടത്തുന്നത്. അല്ലാതെ അവിടെ വികസനത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണ്ടോ സംഘപരിവാർ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇതിനേക്കാൾ അപ്പുറം വരും. കാരണം ഈ വർഷം ഇലക്ഷൻ്റെ വർഷമാണല്ലോ, അടുത്ത വർഷം ഇലക്ഷൻ്റെ വർഷം. ഇതിനെങ്ങനെയെങ്കിലും പണ്ട് പാർലമെൻറ്റ് ഇലക്ഷൻ്റെ തൊട്ട് മുൻപേ ആണ് എന്ത് വരുന്നത്, ഈ ശബരിമല പുനഃപ്രവേശനം വരുന്നത്. അത് എങ്ങനെ ഓർഡർ വരുന്നതെന്നും എങ്ങനെയാണ് വരുന്നതെന്നും നമുക്കറിയാലോ. അപ്പം അതുപോലത്തെ അതിന് മുതലെടുപ്പിന് ശ്രമിച്ചത് ആരാണെന്ന് അറിയാലോ. അപ്പം ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി വോട്ട് പിടിക്കാം എന്ന് വിചാരിക്കുന്ന അത്രയും ബോധമില്ലാത്ത ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന് മുതലെടുപ്പ് ശ്രമിച്ച പാർട്ടി അതാണ്. ആ മുതലെടുക്കുന്ന പാർട്ടി ശ്രമിച്ച് പിന്നെയും ശ്രമിക്കുകയാണ്. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ പരിപാടി നടക്കും. അപ്പോൾ അയ്യപ്പനെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുന്ന ബിനോയ് വിശ്വം ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് നോക്കി ഇങ്ങനെ പറയുക. മാത്രമല്ല LDF സർക്കാരല്ലേ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ ഹോസ്റ്റ് ചെയ്തത്. അവിടെ ബിനോയ് വിശ്വത്തിന് എങ്ങനെ മാറി നിൽക്കാൻ പറ്റുക? അവിടെ ഈ CPIയുടെ മന്ത്രിമാരടക്കമല്ലേ ഈ ദേവസ്വം ബോർഡിന്റെ ഈ തീരുമാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്? അതേ മന്ത്രിമാർ തന്നെയല്ലേ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തത്? അതിനെ എങ്ങനെയാണ് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് പറയുന്നത് കോൺഗ്രസിനോട് BJP-നോടാണ്. Meet the editors.